ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യോനാസ് വ്ലോഗ്. ഇന്ന് ഞാൻ വീണ്ടും ഒരു സൺസ്ക്രീൻ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വിഷ് കെയറിന്റെ നിയാസിനമൈഡ് ഓയിൽ ബാലൻസ് ഫ്ലൂയിഡ് സൺസ്ക്രീൻ. എൻ്റെ ഒരു സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത് കുറേ നാളായിട്ട് എൻ്റെ സബ്സ്ക്രൈബർ പറഞ്ഞുകൊണ്ടിരിക്കാം. ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഒരു സബ്സ്ക്രൈബർ ഇങ്ങനെ റിക്വസ്റ്റും ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് പോവാം. ഒരുപാട് കാലമായിട്ട് എൻ്റെ സബ്സ്ക്രൈബർ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു വിഷ് കെയർ സൺസ്ക്രീനിന്റെ റിവ്യൂ ചെയ്യണമെന്ന്. ഇതാണ് സൺസ്ക്രീൻ. ഞാൻ നേരത്തെ ക്ലോസപ്പിൽ കാണിച്ചില്ലായിരുന്നു. ഇതാണ് ആ സൺസ്ക്രീൻ. ഇത് എല്ലാവരും ഇത് വളരെ വൈറലായിട്ടുള്ള സൺസ്ക്രീനാണ്. എല്ലാവരും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. വളരെ വൈറലായിട്ടുള്ള സൺസ്ക്രീനാണ്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ആദ്യം തന്നെ ഇതിന്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറയാം. നമ്മളെല്ലാവരും പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുള്ളവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഓയിൽ ഫ്രീ അല്ലെങ്കിൽ അങ്ങനത്തെ സൺസ്ക്രീൻസ് ഒക്കെ മാർക്കറ്റിൽ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതുപോലെ മോയ്സ്ചറൈസേഴ്സ്, ഓയിൽ ഫ്രീ മോയ്സ്ചറൈസേഴ്സ് എല്ലാം ഓയിൽ ബേസ്ഡ് ആണ്. പ്രത്യേകിച്ച് ഈ ഓയിലി സ്കിന്നുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മോയ്സ്ചറൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ. അപ്പോൾ അവർക്ക് പറ്റിയ ഒരു ബെസ്റ്റ് ഓയിൽ ബാലൻസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ ആണ് വിഷ് കെയർ. അപ്പോൾ ഇതിലുള്ള ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് ഞാൻ പറയാം. ഇതിൽ നിയാസിനമൈഡ്, പിന്നെ ഓയിൽ ബാലൻസ് ഫ്ലൂയിഡ് സൺസ്ക്രീൻ ആണെന്ന് പറയുന്നത്. നിയാസിനമൈഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പൺ പോർസ് അതൊക്കെ മിനിമൈസ് ചെയ്യാനും കുറയ്ക്കാനും, ഓപ്പൺ പോർസ് റെഡ്യൂസ് ചെയ്യും. അതുപോലെ പിഗ്മെന്റേഷൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ നിയാസിനമൈഡിന്റെ ബെനിഫിറ്റ്. പിന്നെ ഇതിലുള്ളത് ഓട്സ് എക്സ്ട്രാക്റ്റും, സിങ്ക്, PCA, സിക്ക ആൻഡ് സിറമൈഡ്സ്. അപ്പോൾ ഓട്സ് എക്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിൻ നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്യും, മോയ്സ്ചറൈസ്ഡ് ആവും, നല്ല മോയ്സ്ചർ വരും സ്കിന്നിന്. അതാണ് ഓട്സ് എക്സ്ട്രാക്റ്റിന്റെ ഗുണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി ബെനിഫിറ്റ്സും കൂടെ ഉണ്ട്. പിന്നെ അതിനുശേഷം സിങ്ക് ആൻഡ് ഇതിൻ്റെ അകത്ത് സിങ്കും പിന്നെ ടൈറ്റാനിയം ഒക്കെ ഉണ്ടെന്ന് പറയാം. ടൈറ്റാനിയം പെറോക്സൈഡ്. ഓക്കെ, അത് ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ ഷെത്തിന്റെ സൺസ്ക്രീനിലും ഇത് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അതിലോട്ട് പോകുന്നില്ല. ആണ് ഇതിന്റെ ടെക്സ്റ്റ്. അപ്പൊ നമുക്ക് കുറച്ച് നേരത്തിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഇത് നോക്കാം ഇതെങ്ങനെ ആയിരിക്കും ഫേസിൽ. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് ഞാൻ ഇതിന്റെ ടെക്സ്ചറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. കയ്യിലും ഫേസിലും ഒക്കെ അപ്ലൈ ചെയ്യാം. ഇത് വല്ലാതെ ഇപ്പൊ തന്നെ ഇതിരുന്ന് ഞാൻ എടുത്തപ്പോൾ തന്നെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്, ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പൊ താഴോട്ടും വീണം തോന്നുന്നു, താഴോട്ടും പോയി. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യും. വല്ലാണ്ട് ഒഴുകുന്ന കണ്ടോ, ഫ്ലൂയിഡ് ആയിട്ടുള്ള, വല്ലാണ്ട് ഇങ്ങനെ വാട്ടറി ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ഉണ്ട്. വല്ലാണ്ട് നമുക്ക് തുറക്കുമ്പോൾ തന്നെ അതിന്റെ ടെക്സ്ചർ അറിയാൻ പറ്റും. അതുപോലെ തന്നെ നല്ല സ്മെല്ലും ആണ്, നല്ല മൈൽഡ് ആയിട്ടുള്ള സ്മെല്ല്. ഇത് വല്ലാതെ നമ്മൾ തുറക്കുമ്പോൾ സൂക്ഷിക്കണം, വല്ലാതെ എല്ലാം പുറത്തേക്ക് പോവും ക്രീം. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഇത് യൂസ് ചെയ്യാൻ. ഞാനിത് 1 വീക്ക് യൂസ് ചെയ്തായിരുന്നു. ഈ സൺസ്ക്രീൻ യൂസ് ചെയ്തപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ പറഞ്ഞ അനുസരിച്ച് ഞാനിത് ഉപയോഗിച്ച് നോക്കി. ഞാൻ ഡോക്ടർ ഷെത്തിന്റെ ആയിരുന്നു, അത് മാറ്റിയിട്ട് ഇതൊന്ന് 1 വീക്ക് ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വേറെ പ്രോബ്ലംസ്, എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്, പ്രത്യേകിച്ച് അങ്ങനെ വേറെ പ്രോബ്ലംസും ഒന്നും, ഇച്ചിങ്ങും വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. പിന്നെ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, മാറ്റ് ഫിനിഷ് ആണ്. പിന്നെ ഇത് ഞാൻ പുറത്ത് പോയിട്ട് യൂസ് ചെയ്തില്ല. പുറത്ത് പോയിട്ട് യൂസ് ചെയ്ത ഇതിൽ ഇവർ ക്ലെയിം ചെയ്യുന്നത് 8 hours ലാസ്റ്റ് ചെയ്യും എന്നാണ്. പല വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ നെറിൻ എന്ന് പറഞ്ഞ ഒരാളുടെ വീഡിയോ, അങ്ങനെ വേറെ പലരുടെ വീഡിയോസിൽ അവർ UV മിറർ വെച്ചിട്ട് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കും. 8 hours ശേഷം പുറത്ത് പോയിട്ട് 8 hours ടെസ്റ്റ് ചെയ്ത് നോക്കി ഒരു ഫുൾ ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ കവേർഡ് ആയിരിക്കും അതിന്റെ. പിന്നെ ഇതിലുള്ളത് സിങ്ക് PC ആണ്. സിങ്ക് ആൻഡ് ടൈറ്റാനിയം പെറോക്സൈഡ് ഉണ്ട്. ഇതിന്റെ ബാക്കിൽ ഇൻഗ്രീഡിയൻസിൽ കാണാൻ പറ്റും അത്. ഓക്കെ, സിങ്ക് ആൻഡ് ടൈറ്റാനിയം എന്ന് പറയുമ്പോൾ സിങ്ക് നമ്മുടെ ആക്നി പ്രോൺ സ്കിന്നിന്, അവർക്ക് ആക്നി പ്രോൺ സ്കിന്നുള്ളവർക്ക് പ്രത്യേകിച്ച് നല്ലതായിരിക്കും, അവർക്ക് നല്ലതാണ്. പിന്നെ ടൈറ്റാനിയം പെറോക്സൈഡ്, ഇത് രണ്ടിന്റെയും കൂടെ കോമ്പിനേഷൻ ആണെന്ന് വെച്ചാൽ നമ്മുടെ UV റേസ്, സൺ റേസ് ബ്ലോക്കും റിഫ്ലക്ട് ചെയ്ത് കളയും, ഫേസിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് കളയുന്നതാണ് പറയുന്നത്. അതാണ് ഈ സിങ്കിന്റെ ഗുണങ്ങൾ, സിങ്കും ടൈറ്റാനിയം പെറോക്സൈഡിന്റെ ഗുണം. പിന്നെ അതിനുശേഷം ഇതിലുള്ള സിക്കയുടെ ഗുണം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ സ്കിൻ സൂത്തും, എന്താ പറയാ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വല്ലാണ്ട് ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള, ഇച്ചിങ് ആയിട്ടുള്ള സ്കിൻ, സെൻസിറ്റീവ് സ്കിന്നിൽ ബെസ്റ്റ് ആണ്. അത് സൂത്ത് ചെയ്യും, ആ സ്കിൻ സൂത്ത്
ചെയ്യും. അതാണ് സിക്കയുടെ ബെനിഫിറ്റ്. പിന്നെ സെറമൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ സ്കിൻ, അത് മിക്ക സൺസ്ക്രീൻസിലുണ്ട്, സ്കിൻ ബാരിയർ പ്രൊട്ടക്ട് ചെയ്യും. പുറത്തുള്ള എൻവയൺമെന്റൽ ഫാക്ടേഴ്സിൽ നിന്ന് നമ്മുടെ സ്കിൻ ബാരിയർ പ്രൊട്ടക്ട് ചെയ്യും. അതാണ് സെറമൈഡ്. പിന്നെ അതിനുശേഷം ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി, SPF 50+, PA+++ ഉണ്ട് ഇതിൽ. SPF 50+ വേണം എല്ലാ സൺസ്ക്രീൻസിനും. നമ്മൾ ബെസ്റ്റ് സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ SPF 50+ ഉള്ള സൺസ്ക്രീൻസ് വേണം സെലക്ട് ചെയ്യാൻ. അതാണ് ബെസ്റ്റ് പ്രൊട്ടക്ഷൻ കിട്ടും. അതുപോലെ PA+++ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കിട്ടും. സൺസ്ക്രീൻ സാധാരണ സൺസ്ക്രീൻ കിട്ടുന്നേക്കാളും എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ആണ് PA+++ എന്നുള്ള സൺസ്ക്രീനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ ആപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞേ. നമ്മുടെ സൺലൈറ്റിലോട്ട് ഇറങ്ങുന്നതിന് ഒരു 15 മിനിറ്റ്സ് മുമ്പ് വേണം നമ്മൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ, എന്നാലേ ഫേസിൽ സെറ്റിൽ ആകത്തുള്ളൂ. അപ്പോൾ കുറച്ചതിന് ശേഷം പിന്നെ ഈ വാട്ടറി ഫ്ലൂയിഡ് ടെക്സ്ചർ മാറിക്കോളും. അപ്പോൾ ഇതാണ് ഞാൻ വിഷ് കെയർ അപ്ലൈ ചെയ്ത് ഈ ഫേസിന്റെ സൈഡിലാണ് ഈ സൺസ്ക്രീൻ ഞാൻ അപ്ലൈ ചെയ്തത്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഓയിൽ, എനിക്ക് അത്ര ഓയിലി ആയിട്ട് തോന്നില്ല, നല്ല മാറ്റ് ഫിനിഷാണ്. സ്കിന്നിൽ വല്ലാണ്ട് അബ്സോർബ് ആയിപ്പോയി, നല്ലോണം പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയിപ്പോയി, നല്ല മാറ്റ് ഫിനിഷാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അടിപൊളി സൺസ്ക്രീൻ തന്നെയാണ്. ഡോക്ടർ ഷെക്ക് സൺസ്ക്രീൻ ആയിരുന്നു എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. ബട്ട് ഇത് ആക്ച്വലി എൻ്റെ ഫേവറേറ്റ് ആയി ഒരാഴ്ച യൂസ് ചെയ്തപ്പോഴത്തേക്ക് ഇത് ഞാൻ ഓക്കെ ഏത് സ്കിൻ ടൈപ്പിനാണ് ബെസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഓയിലി സ്കിന്നിനായിരിക്കും ബെസ്റ്റ്. ഇത് എനിക്ക് തോന്നുന്നു ഇന്ത്യസ് നമ്പർ 1 ഫ്ലൂയിഡ് സൺസ്ക്രീൻ ആണെന്നാണ് തോന്നുന്നത്. ഏറ്റവും നല്ല ഏറ്റവും ഫ്ലൂയിഡ് ആയിട്ട് വാട്ടർ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അങ്ങനത്തെ ഒരു സൺസ്ക്രീൻ ആണ്. എനിക്കൊന്ന് ഇന്ത്യസ് നമ്പർ 1 ആണ്. വേറെ ഒരു സൺസ്ക്രീൻ ഇത്രയും ഫ്ലൂയിഡ് ആൻഡ് വാട്ടറി അല്ല. ഓക്കെ, അപ്പോൾ ഓയിലി ബേസ്ഡ് സ്കിന്നിനാണ് ഇത് ബെസ്റ്റ്. കോമ്പിനേഷൻ സ്കിന്നും യൂസ് ചെയ്യാം, കുഴപ്പമില്ല. എനിക്ക് വേറെ പ്രശ്നം, എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. അതുപോലെ ഡ്രൈ സ്കിൻ അവർക്ക് അത്ര നല്ലതായിരിക്കില്ല. ഓക്കെ, ആൻഡ് പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഹ്യൂമിഡ് ക്ലൈമറ്റ് ഒക്കെ ഉള്ള നമ്മുടെ നാട്ടിലെ ഹ്യൂമിഡിറ്റി അങ്ങനത്തെ ക്ലൈമറ്റ്, കേരളത്തിലെ ക്ലൈമറ്റ് ഉള്ളവർക്ക് ഒക്കെ അങ്ങനത്തെ ക്ലൈമറ്റിൽ ജീവിക്കുന്നവർക്ക് ബെസ്റ്റ് സൺസ്ക്രീൻ ആയിരിക്കും ഇത്, ഹ്യൂമിഡ് ക്ലൈമറ്റിലുള്ളവർക്ക്. ഇനി ഞാൻ ഇതിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയാം. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് 8 hours ലാസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത് പുറത്തിറങ്ങിയാലും. പിന്നെ എനിക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട് എപ്പോഴെങ്കിലും പറ്റുവാണെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാം. പിന്നെ ഇത് വൈറ്റ് കാസ്റ്റ്, നോൺ ഗ്രീസി ആണ്. അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിൽ. എനിക്കിതിൽ ഒരു ഡിസഡ്വാൻറ്റേജസും കാണാൻ തോന്നിയില്ല. എനിക്ക് ബെനിഫിറ്റ്സ് മാത്രമേ ഇതിൽ കണ്ടിട്ടുള്ളൂ, ഒരു ഡിസഡ്വാൻറ്റേജസും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ സൺസ്ക്രീൻ ബാക്കിയുള്ള സൺസ്ക്രീൻസിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ അഫോർഡബിൾ ആണ്. ഈ ഡോക്ടർ ഷെത്തിന്റെ സൺസ്ക്രീൻ വെച്ച് നോക്കിയാലും ഇത് വളരെ അഫോർഡബിൾ ആണ്. അത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ്. പിന്നെ ഇത് ഫ്രാഗ്രൻസ് വളരെ മൈൽഡ്, നല്ല ഒരു ഫ്രാഗ്രൻസ്, വളരെ മൈൽഡായിട്ട് നമുക്ക് ഒട്ടും കിട്ടത്തും കൂടില്ല, ചെറിയൊരു ഫ്രാഗ്രൻസേ ഉള്ളൂ ഇതിൽ. പിന്നെ ലൈറ്റ് വെയിറ്റ്, അതൊക്കെയാണ് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ്. പിന്നെ ഇതിൽ ഇൻഗ്രീഡിയൻസിന്റെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിൽ കെമിക്കൽ സൺസ്ക്രീനിന്റെ ഇൻഗ്രീഡിയൻസും മിനറൽ സൺസ്ക്രീനിന്റെ ഇൻഗ്രീഡിയൻസും മിക്സ് ആയിട്ടുണ്ട്. മിനറൽ സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി എന്താ പറയാ, ഈ ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ള വിമനും പ്രഗ്നന്റ് ആയിട്ടുള്ള വിമനും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മൈൽഡ് ഉള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള പാരബൻ ഫ്രീ, സൾഫേറ്റ് ഫ്രീ ഇൻഗ്രീഡിയൻസ് ഉള്ള സൺസ്ക്രീൻ ആയിരിക്കും. ഇതിൽ രണ്ടും കൂടെ മിക്സ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. മറ്റേ എന്ന് വെച്ചാൽ കെമിക്കൽ സൺസ്ക്രീനിന്റെ പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ അതിന്റെ ചില ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിന്നെ ഇറിറ്റേറ്റ് ചെയ്യും, അതാണ് അതിന്റെ പ്രശ്നങ്ങൾ. ഓക്കെ, അപ്പം പിന്നെ ഇതൊരു ഹൈബ്രിഡ് സൺസ്ക്രീൻ ആണെന്നാണ് പറയുന്നത്. നമ്മുടെ UV എയും UVB റേസിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, രണ്ടിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ കിട്ടും. അതാണ് ഹൈബ്രിഡ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. UV എല്ലാവർക്കും അറിയാമായിരിക്കില്ല, ഞാൻ നേരത്തെ ലോങ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും UVയും UVBയുടെ പ്രൊട്ടക്ഷന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. ഓക്കെ, അത് ഞാൻ അതിന്റെ ലിങ്ക് ഇതിൻ്റെ കൂടെ അതിന്റെ സൈഡിൽ ആഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഹൈബ്രിഡ് സൺസ്ക്രീൻ എന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ ഇതിന്റെ കൺക്ലൂഷൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഓൾ സ്കിൻ ടൈപ്സിനും പറ്റിയ, എല്ലാ സ്കിൻ ടൈപ്സിനും പറ്റിയതാണ്. ബട്ട് മാക്സിമം ഓയിലി സ്കിന്നും കോമ്പിനേഷൻ സ്കിൻ യൂസ് ചെയ്താൽ മതി. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഓയിലി സ്കിൻ മാത്രം യൂസ് ചെയ്താൽ മതി എന്നാണ് ഈ സൺസ്ക്രീൻ. അവർക്കായിരിക്കും ഇത് ബെസ്റ്റ് സ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്സിനും ഇത് കണ്ണും പൂട്ടി മേടിക്കാൻ പറ്റും ഈ സൺസ്ക്രീൻ. അത്രയ്ക്ക് നല്ല സൺസ്ക്രീൻ ആണ്, ബെസ്റ്റ് സൺസ്ക്രീൻ ആണ്, അഫോർഡബിൾ ആണ്. പ്രിഫർ ചെയ്യുന്നത് ഓയിലി സ്കിന്നുകാർക്കാണ്. എല്ലാ സ്കിൻ ടൈപ്സിനും യൂസ് ചെയ്യാം. പിന്നെ കോമ്പിനേഷൻ സ്കിന്നും ഓയിലി സ്കിന്നും യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നത് ഇത് ബെസ്റ്റ് സ്യൂട്ട് ചെയ്യുന്നത് ഓയിലി സ്കിന്നാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ സൺസ്ക്രീൻ ആരെങ്കിലും നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രൈ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക.
പിന്നെ ഇതിന്റെ ലിങ്ക് വേണ്ടവരെ ഞാൻ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.